നിവേദിയാണ് ബാറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. 10 മാർക്ക് വെട്ടിച്ചു കഴിഞ്ഞാൽ അഭിലാഷ് കേസിന് ജയിക്കാൻ ഈസിയാണ്. വളരെ നിസ്സാരമായൊരു 4 നേടിയെടുത്തിരിക്കുകയാണ്. ഇനി ഒരു 6 കൂടി ലഭിച്ചാൽ അഭിലാഷ് കേസ് വിജയിക്കാമോ? അഭിലാഷ് കേസിൻ്റെ എക്സ്പ്രഷൻസ് നമുക്ക് നോക്കാം. ക്യാച്ച് പിടിച്ചിരിക്കുന്നു, കുഴപ്പമില്ല. മോനി ഫ്രണ്ടിലോട്ട് പോ. വീണ്ടും ഒരു 4 അടിച്ച് 8 കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഇനി രണ്ട് സ്കോർ കിട്ടിയാൽ മതി. ആ ക്യാച്ച് വളരെ പെട്ടെന്നാണ് നഷ്ടപ്പെടുത്തിയത്. വീണ്ടും നിസ്സാര വിലക്കിൽ ആ ബോൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് അഭിലാഷ് KS. എടുത്തിരിക്കുന്നു. 2 പേരും ടൈ ആയിരിക്കുകയാണ്. ഒരു കളിയും കൂടി കളിച്ച് നോക്കണം. ഇനി നമുക്ക് നോക്കാം. ടൈ ആയതുകൊണ്ട് തന്നെ നിവേദ്യ അഭിലാഷാണ് ബാറ്റിംഗ് ചെയ്യുന്നത്. ഇനി നിവേദ്യ അഭിലാഷ് ബാറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം അഭിലാഷ് കേസ് ബാറ്റ് ചെയ്യുന്നതായിരിക്കും. 1 2 3 സ്റ്റാർട്ട്. ഇല്ല, വളരെ നിസ്സാര രീതിയിലാണ് നമ്മൾ ഇത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കുഴപ്പമില്ല. ഇല്ല, വീണ്ടും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു തവണ കൂടി നഷ്ടപ്പെടുത്തിയാൽ അഭിലാഷ് കേസ് ജയിക്കും. വീണ്ടും നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അഭിലാഷ് കേസാണ് ഈ മത്സരത്തിൽ വിജയിയായിരിക്കുന്നത്. അഭിലാഷ് കേസിന്റെ സന്തോഷമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. വളരെ സങ്കടത്തോടെയാണ് നിവേദ്യ അഭിലാഷ് ഇവിടെ ഇരിക്കുന്നത്. അടുത്ത മാച്ച് നമുക്ക് കാണാം. മാച്ച് വളരെ രീതിയിലാണ് വളരെ ഒരു ഇതായിട്ടാണ് പോകുന്നത്. ബാറ്റ് ചെയ്യാൻ കഴിയാതെ. ഇപ്പോൾ ഈ ക്രിക്കറ്റ് മാച്ച് അവസാനിച്ചിരിക്കുകയാണ്.